ഗുഡ് മോർണിംഗ് എവറി വൺ. സോ നമ്മളിവിടുന്ന് ഇന്ന് ഡൗൺ സൈഡിലേക്കാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം അപ്പ് സൈഡിൽ മുകളിൽ സ്റ്റോപ്പിൽസ് അവൈലബിൾ അല്ല. 55,000 ലെവൽ ക്രോസ് ചെയ്ത് അവിടെ ഇട്ടിൽ ബൈയേഴ്സിനെ ആക്റ്റീവ് ആക്കിയതിന് ശേഷം ഡൗൺ സൈഡിലേക്ക് സ്റ്റോപ്പിൽസ് അവൈലബിൾ ആകും, ക്രിയേറ്റ് ആകും എന്നുള്ള പ്ലാനിൻ്റെ പുറത്താണ് നമ്മൾ ചെയ്യുന്നത്. സോ അതാണ് നമ്മളുടെ കറൻ്റ് ഉള്ള പ്ലാനും നമ്മളുടെ എക്സിക്യൂഷനും. ഓക്കെ, അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഡൗൺ സൈഡിലേക്ക് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് പ്ലാൻ ചെയ്യുന്നത്. ദെൻ ഓൾമോസ്റ്റ് നമുക്ക് ഇത്രയും 10:30 വരെ നമുക്ക് അറൗണ്ട് വെയിറ്റ് ചെയ്തു. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ എൻട്രി ലെവലായിട്ടുണ്ട്. കാരണം മുകളിലേക്ക് സ്റ്റോപ്പിൽസ് അവൈലബിൾ അല്ല. ഓൾമോസ്റ്റ് 55,000 ലെവൽ നമുക്ക് ഇവിടെ റേറ്റിൽ ബൈയേഴ്സ് എല്ലാം ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും സ്പേസ് കാണുമ്പോൾ ഇവിടെ ബൈയേഴ്സ് ആക്റ്റീവ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പം അതുപോലെ സ്റ്റോപ്പിൽസ് എടുക്കാൻ വേണ്ടി മാർക്കറ്റ് താഴേക്ക് മൂവ് ചെയ്യും. കാരണം ഇവിടെയൊക്കെ സ്റ്റോപ്പിൽസ് അവൈലബിൾ ആണ് എന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ദെൻ നിഫ്റ്റി കൂടി ഓൾമോസ്റ്റ് ഡേ ഹൈ എത്തിയിട്ടുണ്ട്. ഇതൊന്ന് നോക്കുക, ഡേ ഹൈ ആണ്. ഇതൊന്ന് ക്രോസ് ചെയ്യുമ്പോൾ റീറ്റിൽ ബൈയേഴ്സ് അവിടെ ആക്റ്റീവ് ആകും. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് ഫോളോ ആകണം എന്നുള്ളതാണ് കറണ്ടിലുള്ള നമ്മുടെ പ്ലാൻ. നമ്മളുടെ എൻട്രിയും അത് പ്ലാൻ അനുസരിച്ച് തന്നെ ആയിരിക്കും. ദെൻ ഓൾമോസ്റ്റ് നമ്മളുടെ എൻട്രി ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. മേ ബി ഇത് നമുക്ക് ഉള്ള നമ്മുടെ സ്പേസ് ആണിത്. നമുക്കിവിടെ എൻട്രി എടുക്കാം. ഇതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തന്നെ കരുതുന്നു. ദെൻ നമ്മുടെ ഇവിടെ എൻട്രി ആയിട്ടുണ്ട്. നമ്മൾ ഡൗൺ സൈഡിലേക്കാണ് മാർക്കറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത്യാവശ്യം മാർക്കറ്റ് നമുക്ക് കൺസോളേഷനാണ് തരുന്നത്. കാരണം ഇത്രയും നേരമായിട്ടും 10:30 എൻട്രി എടുത്തു. ഇപ്പോൾ നമുക്ക് 11:20 അറൗണ്ട് ആയിട്ടും നമുക്ക് മാർക്കറ്റ് കൺസോളേഷനാണ്. ഇത് ഒരിക്കലും നമുക്ക് ഫേവറബിൾ അല്ല. ഇത് എക്സ്ട്രീമിൽ നമ്മൾ മാർക്കറ്റ് എത്രത്തോളം മാർക്കറ്റ് നമ്മൾ ടൈം കൺസ്യൂം ചെയ്യുന്നു അത്രയും നമുക്ക് ഓപ്പോസിറ്റാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം ഫാസ്റ്റ് മൂവ്മെൻറ്റ്സ് ആണ്, ക്വിക്ക് മൂവ്മെൻറ്റ്സ് ആണ് നമുക്ക് എപ്പോഴും വേണ്ടത്. നമ്മുടെ പ്ലാനും അങ്ങനെ തന്നെ ആയിരിക്കും. ഇത്രയും നേരമായിട്ടും നമുക്കൊരു തന്നിട്ടില്ല. ഓൾമോസ്റ്റ് നമ്മളുടെ എക്സിറ്റ് റേഞ്ച് അടുപ്പിച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ച് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും നമുക്ക്. ഇതുവരെ നമ്മുടെ എൻട്രി പോയിൻ്റ് അടുത്ത് പോലും മാർക്കറ്റ് എത്തിയിട്ടില്ല. എന്നാൽ പോലും നമുക്ക് പ്രീമിയം നമുക്ക് എക്സ്ട്രീംലി ഓപ്പോസിറ്റാണ് നമുക്ക് മൂവ് ചെയ്യുന്നത്. അതൊരിക്കലും നമുക്ക് ഫേവറബിൾ അല്ല. നമുക്ക് നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും. കാരണം ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റ് അറൗണ്ട് എത്തിയതായിരുന്നു. ഇതാണ് നമ്മുടെ എൻട്രി പോയിൻറ്റ്. പക്ഷേ പ്രീമിയം നമുക്ക് എക്സ്ട്രീംലി നമുക്ക് ഓപ്പോസിറ്റാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എൻട്രി പോയിൻറ്റ് പോലും എത്തിയിട്ടില്ല. പക്ഷേ ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് റീച്ച് ആകാറായി. അത് ടൈം കൺസ്യൂമിൻ്റെ ഭാഗമായിട്ട് അറൗണ്ട് 240 അടുപ്പിച്ചാവുന്നു. ഓക്കെ, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് അവിടെ ഹിറ്റ് ചെയ്തു. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളുടെ എപ്പോഴും പറയാനുള്ളത് പോലെ അറൗണ്ട് 86 പോയിൻറ്റ്സ് അടുപ്പിച്ച് നമുക്ക് 190 ആണ് നമ്മൾ ടാർഗറ്റ് വെച്ചിരുന്നത്. ബട്ട് എന്ത് തന്നെ ആയാലും തന്നെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. 90 പോയിൻറ്റ് കേവലം 4 പോയിൻറ്റ് ഇപ്പുറം മാത്രം നമ്മൾ എക്സിറ്റ് ആയത്. വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള 1:1.5 നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നു. അത് നമ്മൾ അതിനുള്ള റീസൺസ് ഞാൻ പറഞ്ഞിരുന്നു. So once again, thanks for watching video. Take care. Bye bye.